ചുരുക്കം പറഞ്ഞാൽ ബിഗ് ബോസിന് പണി കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ സെബിൻ അവിടെ കിടന്ന് ഭയങ്കര ഷോ എന്ന പരിപാടികളൊക്കെ കളിയാക്കിയല്ലോ. ഇപ്പോൾ സെബിൻ ശരിക്കും ഷോ കാണിക്കുന്നുണ്ട്. പുള്ളി പറയുന്നത് ഞാനിനി കണ്ടിന്യൂ ചെയ്യില്ല, ഈ ഗെയിമിൽ കണ്ടിന്യൂ ചെയ്യില്ല. എല്ലാവരും പറഞ്ഞാണ്, നമ്മുടെ ഗബ്രി പറഞ്ഞാണ്, ജാസ്മിൻ പറഞ്ഞാണ് ഇതിനു മുമ്പ് ഇനി ഞാനിവിടെ നിൽക്കില്ല, എനിക്ക് വീട്ടിൽ പോകണമെന്ന്. പക്ഷേ അപ്പോഴൊക്കെ ബിഗ് ബോസ് വിളിച്ചൊന്ന് സംസാരിച്ച് കഴിയുമ്പോൾ ഇവർ തിരിച്ചു വരും. പക്ഷേ ഇത് സിബിൻ്റെ കാര്യത്തിൽ ഒന്നും നടക്കുന്നില്ല. ബിഗ് ബോസ് പഠിച്ച പണി 18, 36, 56 ഒക്കെ നോക്കി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സിബിൻ പറയുന്നത് എനിക്ക് പറ്റത്തില്ല, എനിക്ക് 1% പറ്റിയാൽ ഞാനിവിടെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ എനിക്കിവിടെ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ വെളിയിൽ പോയി ആ ഒരു ബീൻ ബാഗ് കിടപ്പുണ്ട്. നമ്മുടെ ലാലേട്ടൻ വന്നിട്ട് കണ്ണാടിയിലൊക്കെ തട്ടി, മറ്റേ ദാസൻ വരുമല്ലോ, സി ഐ ഡി രാംദാസ് ആയിട്ട് വന്നു, കണ്ണാടിയിലൊക്കെ തട്ടി. പക്ഷേ സെബിൻ അവിടെ നിന്ന് എണീറ്റ് വന്നില്ല. മറ്റേ അലറുന്ന സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഓ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൈലൻ്റെ സൗണ്ട് ഉണ്ടല്ലോ. പക്ഷെ എന്നാലും സെബിൻ എണീറ്റ് വന്നില്ല. അത് കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇന്നത്തെ ഷോയിലോ നാളത്തെ ഷോയിലോ അപ്പോൾ കാണിക്കുമെന്നറിയില്ല. നോമിനേഷന് വേണ്ടിയിട്ട് വിളിച്ചു. അപ്പോൾ സെബിൻ വന്നിട്ട് സംസാരിച്ചിട്ട് പോയി. അതിനു മുമ്പേ വിളിച്ചപ്പോഴാണ് ഈ സെബിൻ പറഞ്ഞത് ബിഗ് ബോസിൻ്റെ അടുത്ത്, എനിക്ക് ആ കണ്ണാടി പൊട്ടിച്ച് വെളിയിൽ പോകാൻ ഒക്കെ അറിയാം, അങ്ങനെ ചെയ്യാം, പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് മോശമാണ്, അതുകൊണ്ടാണ് ഞാൻ കൺട്രോൾ ചെയ്ത് ഇവിടെ ഇരിക്കുന്നത്, എന്നെ ദയവ് ചെയ്ത് വീട്ടിലേക്ക് വയ്ക്കൂ എന്നും പറഞ്ഞുകൊണ്ട് കൈകൂപ്പിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നാണേലും ഈ രണ്ട് തെണ്ടിപ്പൊട്ടി തൊട്ടി എന്ന് പറയുന്ന ഈ ആൾക്കാർ ഇവരാണോ നടത്തുന്നത് ബിഗ് ബോസ് ഷോ എന്നാണ് വെളിയിലുള്ള പ്രേക്ഷകരുടെ ഇപ്പോൾ ചോദ്യം. ഗബ്രിയാരി കൂടെ മറ്റേ ഫൈനാൻഷ്യറിൻ്റെ മോനായിരിക്കും, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ മോനായിരിക്കും, ലാലേട്ടൻ്റെ മോളായിരിക്കും എന്നൊക്കെയാണ് വെളിയിൽ ആൾക്കാർ സംസാരിക്കുന്നത്. ഇത്രയും ഫേവറിറ്റിസം പാടില്ല എന്നുള്ള രീതിയിൽ ഗബ്രി പിന്നെയും പവർ ടീമിൽ കയറിയിട്ടുണ്ട്. പവർ ടീമിൽ കയറാനായിട്ടൊരു ടാസ്ക് ഉണ്ടായിരുന്നു. ആ ടാസ്കിൽ ഗബ്രി വിജയിച്ചതൊക്കെ സത്യമാണ്. പക്ഷേ ആ ടാസ്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കഥ പറയും, ആ കഥ കേട്ടിട്ട് ആ കഥയിൽ നിന്ന് ഒരു 5-6 ചോദ്യങ്ങളുണ്ടാവും, അതിനുള്ള ഉത്തരം പറയണം. ആദ്യം കഥ പറഞ്ഞ ഉടനെ വിളിച്ചത് ഗബ്രിയെയാണ് ബിഗ് ബോസ്. അതെന്തുകൊണ്ട് അങ്ങനെ വിളിച്ചു, അതിനുള്ള മറുപടി ഉണ്ടാകത്തില്ല എന്നാണേലും ബിഗ് ബോസിൻ്റെ അടുത്ത്. പിന്നെയാണ് ബാക്കിയുള്ളവരെയൊക്കെ വിളിച്ചത്. ഈ അഭിഷേക് ആയാലും നന്ദന ആയാലും നമ്മുടെ ജിൻഡോ ആണെങ്കിലും ഇവരെയൊക്കെ വിളിച്ചത് പിന്നെയാണ്. പക്ഷേ ആദ്യം വിളിച്ചത് ഗബ്രിയാണ്. കഥ കേട്ട ഉടനെ കുറച്ച് നേരം ഓർമ്മ എന്താണെങ്കിലും നിൽക്കുമല്ലോ, അങ്ങനെ ഒരു കളി കളിച്ചു. അത് ആർക്കും മനസ്സിലാവില്ല എന്നാണ് ബിഗ് ബോസിൻ്റെ വിചാരം. പക്ഷേ എനിക്ക് ഒറ്റൊരു കാര്യം ഇഷ്ടപ്പെടാതായിട്ടുള്ളൂ, നമ്മുടെ സിബിൻ കരയാൻ പാടില്ലായിരുന്നു. കരയാതെ അവിടെ ഇരുന്ന് വേണേൽ മിഡിൽ ഫിംഗർ കാണിക്കാമായിരുന്നു. ഞാൻ വേണമെങ്കിൽ ഇത് കാണിച്ചു കഴിഞ്ഞാൽ എന്നെ പുറത്താക്കുമോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് കാണിച്ചിരുന്നെങ്കിൽ ഇവരുടെയൊക്കെ വായടച്ച് പോയാനും. പക്ഷേ ഇത് സോൾവ് ആക്കി സിബിൻ പിന്നെയും അകത്ത് കയറുമെന്നാണ് തോന്നുന്നത്. പിന്നെ അകത്ത് കയറിയാൽ ഇത് ഭയങ്കര കളിയായിരിക്കും. എനിക്ക് തോന്നുന്നത് മിക്കവാറും സിബിനായിരിക്കും വിന്നറെന്നാണ്. പക്ഷേ നാട്ടു നടപ്പ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ജാസ്മിനോ ഗബ്രിയോ ആയിരിക്കും വിന്നർ. ഈ ആഴ്ച ജാസ്മിൻ പുറത്താവേണ്ടതായിരുന്നു, പക്ഷേ കുറേ ആൾക്കാരെ അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അൻസിബ, അഭിഷേക്, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റേ രശ്മിൻ. നോമിനേഷൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു. അയ്യോ ഓരോരുത്തരായിട്ട് അത് തോന്നുന്നു, അൻസിബ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് വിളിക്കുന്നു. ലൈവിൽ ലാലേട്ടൻ വന്നത് കാണിച്ചില്ല. പിന്നെ നോമിനേഷൻ്റെ പരിപാടി, നോമിനേഷൻ ആരൊക്കെ നോമിനേറ്റഡ് ആയി എന്നുള്ളതും കാണിച്ചില്ല. നോമിനേഷൻ ലൈവ് ഞാൻ കണ്ടതാണ്. അപ്സര പറഞ്ഞത് അൻസിബയും ജിൻഡോ, അർജുൻ പറഞ്ഞത് അൻസിബ വീക്കാണ്, അഭിഷേക് ഭയങ്കരമായിട്ട് ട്രിഗറായി പോകുന്നുണ്ട്, അതാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിട്ടു. പിന്നെ രശ്മിൻ പറഞ്ഞത് അഭിഷേക് കളിക്കാൻ അറിയില്ല, അൻസിബ ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല, ഗെയിമിനകത്തില്ല, പുള്ളിക്കാരിക്ക് വീട്ടിൽ പോകണം എന്നുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് പോയി. രശ്മിനെ ഇവർ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തു. അതിന് മുൻകൈ എടുത്തത് ഗബ്രിയാണ്. കാരണം രശ്മിൻ അവിടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ജാസ്മിൻ പോകത്തില്ല, രശ്മിൻ ആയിരിക്കും പോകുന്നത് എന്നുള്ള ഒരു കളിയാണ് ഗബ്രി കളിച്ചത്. പിന്നീട് നോറ പറഞ്ഞത് ജിൻഡോയ്ക്ക് ബേസിക് ആയിട്ടുള്ള കാര്യം അറിയില്ല, ആൻറ്റി എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അഭിഷേക്കും ഒരു പ്രോപ്പർ സ്റ്റാൻഡില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോയി, ചുമ്മാതെ പ്രോബ്ലം ഉണ്ടാക്കുകയാണ് എന്നൊക്കെ ഉള്ള കാരണങ്ങളാണ് പറഞ്ഞത്. പിന്നെ അൻസിബ വന്നു. സെബിനെയാണ് അൻസിബ പറഞ്ഞത്, കാരണം സെബിൻ്റെ വീട്ടിൽ പോകണമെന്നുള്ളതുകൊണ്ട്. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു അത് പറ്റത്തില്ല, കാരണം സെബിൻ ഡയറക്റ്റ് നോമിനേറ്റഡ് ആണ്, അതുകൊണ്ട് അത് പറ്റത്തില്ല എന്ന് പറഞ്ഞ ഉടനെ അൻസിബ മാറ്റി. അപ്സര ഫേക്കാണ്, അപ്സരയ്ക്ക് ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞ്. നോറ അതേപോലെ റിപ്പീറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, ഒരു ആ പ്രശ്നം തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ്. ജാസ്മിൻ വന്നു. അൻസിബ ഗെയിമിലില്ല, ഡയറക്റ്റായിട്ട് സംസാരിക്കാൻ അറിയത്തില്ല, അവൾ വേറെ ആരെ കൊണ്ടാരെങ്കിലും ആയിരിക്കും പറയിപ്പിക്കുന്നത്, അല്ലെ ആനയാണ് ഞണ്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പോയി. പിന്നെ നന്ദന ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ്, അവൾക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു, ഒരുപാട് ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ പറ്റും, ഒരുപാട് ആൾക്കാരെ അവൾ വെളിയിൽ നിന്നെല്ലാം കണ്ടിട്ട് വന്നിരിക്കുകയാണ് എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ വീക്കാണ്, വേസ്റ്റാണ്, ഒരു ചെറിയ കുട്ടിയെ പോലെയാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സായി പറഞ്ഞത് അൻസിബയാണ്. ഈ അൻസിബ ഇതിൽ വരുമ്പോൾ, വോട്ടിങ്ങിൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ അൻസിബ പോവും,
അല്ലെങ്കിൽ അൻസിബ ജാസ്മിൻ പോവും. പക്ഷേ അതിന് റസ്മിൻ ഉള്ളതുകൊണ്ട് ചിലപ്പം എനിക്ക് തോന്നുന്നത് റസ്മിൻ ആയിരിക്കും പോകുന്നത്, ജാസ്മിൻ പോകത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരാഴ്ച പെണ്ണ് ഇവൾക്ക് എന്താണ് പോപ്പുലാരിറ്റി, എന്താ ഇവള് ചെയ്ത്, ഇവൾ എന്താണ് ഇവള് ചെയ്തതെന്ന് അറിയില്ല. ഇങ്ങനെ ചുമ്മാ ഒന്ന് ബിഗ് ബോസിൽ കയറി ഇത്രയ്ക്കും വലിയൊരു സംഭവമാണെങ്കിൽ ഇവളെന്തോ കാര്യമായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ വേറെ എന്തോ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അങ്ങനെ നോമിനേഷൻ പരിപാടി കഴിഞ്ഞു. പക്ഷേ റിസൾട്ടൊന്നും പറഞ്ഞില്ല ബിഗ് ബോസ്. റിസൾട്ട് പറയാൻ നേരത്ത് റിസൾട്ട് പിന്നീട് പറയാം എന്നായിരിക്കും സാധാരണ പറയുന്നത്. പക്ഷേ ഇന്ന് റിസൾട്ട് പറയാനായിട്ട് 11 വോട്ട് ഒരു വോട്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കാമെന്ന് അത് കട്ട് ചെയ്ത് കളഞ്ഞു. ലൈവ് ഇന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. അഭിഷേക് നോമിനേറ്റ് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അൻസിബ നോമിനേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ അൻസിബിൻ്റെ അടുത്ത് ലാലേട്ടൻ കാണിച്ചതും ബിഗ് ബോസ് കാണിച്ചത് വളരെ മോശമാണ്, വളരെ മോശപ്പെട്ട പരിപാടിയാണ്. ക്വാളിറ്റി ഇല്ലാത്ത പേഴ്സൺ എന്നൊക്കെ പറയുമ്പോൾ, ക്വാളിറ്റി ഇല്ലാത്ത പേഴ്സണിന് നിങ്ങൾ തന്നെ സെബിനെ പറയുമ്പോൾ നിങ്ങൾ ക്വാളിറ്റി ഇല്ലാത്ത ആളല്ലേ? നിങ്ങളല്ലേ ആ ഒരു ആളിനെ നിങ്ങളുടെ ഷോയിലേക്ക് എടുത്തു വെച്ചേക്കുന്നത് നിങ്ങളാണ്. ഒരാളിനെ നിങ്ങളുടെ വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ തന്നെ അയാൾക്ക് ക്വാളിറ്റി ഇല്ല എന്ന് പറയുമ്പോൾ ക്വാളിറ്റി ഇല്ലാത്ത ആളിനെ വിളിച്ചു വരുത്തിയതാരാ? നിങ്ങളല്ലേ? അപ്പോൾ പിന്നെ നിങ്ങൾക്കാണ് ക്വാളിറ്റി ഇല്ലാത്ത എന്നാണ് അതിൻ്റെ സാധാരണ ഒരു ഔട്ട്കം എന്ന് പറയുന്നത്. പക്ഷേ സെബിൻ എവിടെയും പറയുന്നില്ല. കുറച്ചൊരു തണ്ടുള്ള ആളാണെങ്കിൽ മിഡിൽ ഫിംഗർ 4 പ്രാവശ്യം ഈ ബിഗ് ബോസിനെ കാണിച്ചാൽ അവിടെ നിന്ന് ക്യാമറ ഫോക്കസ് ചെയ്യുമ്പോഴേക്കും മിഡിൽ ഫിംഗർ കാണിച്ചു കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു. അത്രയേ ഉള്ളൂ കാര്യം. അതിന് ഈ കരയേണ്ട കാര്യമില്ലായിരുന്നു. പാവത്താൻ അവിടെ ഇരുന്ന് കരയൊക്കെ ചെയ്തു. കരയിനെ കാണുമ്പോഴോ ഇതൊക്കെ വെറുതെ ഗെയിമാണ് എന്നാണ് വെളിയിൽ കുറേ കമൻസൊക്കെ പറയുന്നത്. അതായത് ജാസ്മിന് വരുവാണെങ്കിൽ അത് ചോരയാണ്, സെബിന് വരുവാണെങ്കിൽ അത് മറ്റേ ശ്രീത് പറയുള്ളൂ തക്കാളി തൊക്ക് അല്ല കെച്ചപ്പ്, ടൊമാറ്റോ കെച്ചപ്പും ചുവന്നാണല്ലോ ഇരിക്കുന്നത്. ജാസ്മിനും ഗബ്രിക്കും വന്നു കഴിഞ്ഞാൽ അത് ചോരയാണ്, അത് മറ്റേ ഭയങ്കര ബ്ലഡ് ഓഫ്. പക്ഷെ സെബിൻ വന്നു കഴിഞ്ഞാൽ അത് മറ്റേ കെച്ചപ്പാണ്. ആ ഒരു മെൻറ്റാലിറ്റി ഉള്ള കുറേ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ ഈ ഷോ കാണുന്നത്. കുറേയൊക്കെ ജാസ്മിൻ്റെ മറ്റേ പെയ്ഡ് പ്രൊമോഷനാണെന്ന് തോന്നുന്നു. എന്തൊക്കെയായാലും നമുക്ക് നോക്കാം അടുത്ത വരുന്ന ആഴ്ചകളിൽ. എനിക്ക് തോന്നുന്നില്ല ജാസ്മിൻ കപ്പടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരുപാട് ആൾക്കാർ പറയുന്നത് അതാണ്, ഭയങ്കര ഫേവറേറ്റിസമാണ്. കാണുമ്പോൾ അതുപോലൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ കപ്പടിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഒരാഴ്ചയിലൊക്കെ പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഫൈനൽ 2 ആഴ്ചകൾ ഉള്ളപ്പോഴൊക്കെ ചിലപ്പം പുറത്തു പോകാനുള്ള സാധ്യതകളുണ്ട്.